നിങ്ങളിലേക്ക് പിരിവ് വരുന്നത് ഈ പറയുന്ന സമൂഹത്തിലുള്ള ഇടതുപക്ഷ സഹയാത്രികര്, ഇടതുപക്ഷക്കാര്, CPM-കാര്, കോൺഗ്രസ്സുകാര്, BJP-കാര് എല്ലാം നിങ്ങൾക്ക് പിരിവ് തന്നിട്ടുണ്ട്. കാരണം അതങ്ങനെയാണ് നമ്മുടെ സമൂഹത്തിൽ കാര്യങ്ങൾ വർക്ക് ചെയ്യുന്നത്. അങ്ങനെ നിങ്ങൾ പിരിവെടുത്തെന്ന് പറഞ്ഞാൽ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ നിന്ന് കോൺഗ്രസ്സുകാർ പിരിച്ച് കോൺഗ്രസ്സുകാർക്ക് പുട്ടടിക്കാനുള്ള പൈസയല്ല തന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നമ്മൾ സംസ്ഥാനം നിൽക്കുമ്പം ഈ പറയുന്ന യുവജന സംഘടന പുറത്തിറങ്ങി ഒരു സഹായ ഹസ്തവുമായി വരുന്നു. 30 വീടോ 40 വീടോ. അപ്പൊ അങ്ങനെ ഒരു സംഘടന ചെയ്യുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് ആൾക്കാര് വിത്ത് ദെയർ ഇൻഫിനിറ്റ് ആംസ് ദേ വിൽ ഗീവ് മണി. അവർ പണം കൊടുക്കും. ഏതൊക്കെ രീതിയിൽ കൊടുക്കും? എല്ലാ രീതിയിലും കൊടുക്കാൻ പറ്റുന്ന ഉള്ളത് 5 രൂപയോ 10 രൂപയോ ഏത് തരത്തിലായാലും കൊടുക്കും. അത് കയ്യിലിരിക്കുന്ന എടുത്ത് കൊടുക്കുക, അല്ലാതെ അക്കൗണ്ടിലേക്ക് കൊടുക്കുകയല്ല. എന്നെ കേൾക്കുന്നവർ പിരിവ് കൊടുക്കുന്ന ആൾക്കാരല്ലേ? നിങ്ങൾ പിരിവ് കൊടുക്കുന്നത് എല്ലാം ഇവരുടെ SBTയുടെ അക്കൗണ്ടിലോ അല്ലെങ്കിൽ SBIയുടെ അക്കൗണ്ടിലേക്കാണോ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നത്? അല്ല, നിങ്ങൾ കയ്യിലാണ് പിരിവ് കൊടുക്കുന്നത്. ഈ പിരിവിന് പോകുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ചിലവുണ്ടാവും, അവരുടെ ആഹാരം ഉണ്ടാവും, അതൊക്കെ കഴിച്ചിട്ടായിരിക്കാം ചിലപ്പം പണം പോകുന്നത്, പണം അക്കൗണ്ടിലേക്ക് വരുന്നത്. കാര്യം അത് പിരിക്കുന്നവർക്ക് ഒരു കഷ്ടപ്പാടുള്ള കാര്യമാണ്. ഇതൊക്കെ നമ്മളുടെ മുന്നിൽ നിൽക്കുമ്പം നമ്മുടെ അക്കൗണ്ടിൽ വന്ന പൈസ ഇത്ര ഉണ്ട് എന്ന് പറഞ്ഞു ഒഴിഞ്ഞാൽ പറ്റില്ല. അത് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം, ഒരു യുവജന പ്രസ്ഥാനത്തിന് അങ്ങനെ ഒഴിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒഴിയാൻ പറ്റില്ല. നിജേഷ് ഇന്ന് വെപ്രാളപ്പെട്ട് ഞങ്ങൾ തീരുമാനിച്ചോളാം എന്ന് പറയുന്നിടത്താണ് അടുത്ത പ്രശ്നം.